ഇന്ന് നല്ല പുളിയില്ല വിശേഷമാണ് മക്കളെ. അച്ചാറുടെ പീടിയെന്ന് മാങ്ങ കൊണ്ടതിനെ എന്റെ മക്കളെ കാണുന്നതിനിടയ്ക്ക് ഇത് മുറിച്ചിട്ടില്ലെങ്കിൽ 1 കിലോ 1/2 കിലോ ഒന്നുമില്ല ഉണ്ടാവും. അതുകൊണ്ട് അവര് പോയ തക്കത്തിനാണ് ഞാനിത് മുറിക്കുന്നത്. പിന്നെ വീഡിയോ എടുക്കുന്നതിന് മുന്നേ 2 ആള് ഹായ് പറയാൻ വേണ്ടി പറഞ്ഞിട്ടില്ലെങ്കിൽ എന്നോട് മിണ്ടൂലെന്ന് പറഞ്ഞു. ഒന്ന് സുശീല ഹായ്. സുശീല എന്നോട് ഭയങ്കര ദേഷ്യത്തിലാന്ന്. ഗീതച്ചന്റെ പേര് പറയാഞ്ഞിരുന്നു. പിന്നെ രേവതിക്കുട്ടി ഹായ്. പിന്നെ ഉണ്ടല്ലോ ഈ മാങ്ങാന്നെല്ലാം പറയുമ്പോൾ നമ്മൾ ചെറുപ്പകാലത്തിലേക്ക് കൊണ്ടുപോകല്ലേ. എൻ്റെ വീടിൻ്റെ ചുറ്റും നിറച്ച് മാവാണ്. മാവ് അത് പലതരം, ഇന്നത്തെ പോലത്തെ അല്ല, പലതരം മാങ്ങ. അന്നേരം നാട്ടുമാങ്ങയല്ലോ. അതിങ്ങനെ പിന്നെ തുരുതുരാ പിന്നെ കാറ്റടിക്കുമ്പോൾ പോകുമ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സെല്ലാം ഉണ്ട്. അതൊന്നും വിചാരിക്കാൻ കഴിയില്ല എൻ്റെ പൊന്നു മക്കളെ. അതിലൊരു കാലാന്ന്. ഇന്നത്തെ മക്കൾക്ക് അതെന്തെങ്കിലും ഉണ്ടാ? നിങ്ങൾക്കും ഉണ്ടാവില്ലേ ചെറുപ്പകാലത്തിൽ ഇങ്ങനെയല്ല? പിന്നെ എൻ്റെ വീടിൻ്റെ അപ്പുറത്തൊരു വളപ്പുണ്ട്. ആ വളപ്പിൽ നിറച്ച് മാങ്ങിയാണ്. ഞാനും എൻ്റെ ഫ്രണ്ട്സിൽ അവിടെ പോയിട്ടാണ് ഇരിക്കുക. അവിടെ പോയി ഇരുന്നിട്ട് ഓരോ കാറ്റ് വീശുമ്പോൾ മാങ്ങ ഇങ്ങനെ കുട്ടി മാങ്ങ പറഞ്ഞിട്ട് മാങ്ങിയിട്ടുണ്ട്. നിങ്ങളും വെച്ചാൽ ഒരു ടേസ്റ്റാന്ന് പറയാ. അതെല്ലാം ഓർമ്മിക്കുമ്പോൾ ഗീതച്ചിക്ക് ഭയങ്കര സങ്കടമുണ്ട് കേട്ടാ. എൻ്റെ ഫ്രണ്ട്സെല്ലാം പല ഭാഗത്തും എല്ലാവരും കല്യാണം കഴിച്ചിട്ട് പോയി. ചിലവരായിട്ട് ഇപ്പോൾ കോണ്ടാക്ട് ഉണ്ട്, ചിലവർ ആയിട്ട് അറിയും കൂടി ചെയ്യില്ല. പിന്നെ ചിലവരെല്ലാം പോയി. അങ്ങനെല്ലാം ഉണ്ട്. ഗീതച്ചക്ക് അതല്ല ഈ മാങ്ങയിലെ കാണുമ്പോൾ എല്ലാം ഓർമ്മ വരും. നമ്മളെ കുട്ടിക്കാലല്ലേ എന്തെല്ലാം ചെയ്യും നമ്മൾ മാങ്ങയുണ്ടല്ലേ. എന്താ അപ്പ നിങ്ങളെങ്ങനെ മാങ്ങയച്ചാറാക്കുക? ഞാനുണ്ടല്ലോ ഒന്നും ചെയ്യില്ല. ഇവിടെ എണ്ണയിലൊന്നും വാട്ടിയിട്ടൊന്നും മാങ്ങയച്ചാറാക്കുന്ന എൻ്റെ മക്കൾക്ക് ഇഷ്ടേ അല്ല കേട്ടാ. അവർക്ക് ആകെ ഇഷ്ടമില്ല അച്ചാറ് പൊടി ഇട്ടിട്ട് കുറച്ച് സുരുക്കി വെച്ചിട്ടാക്കുന്നത്. പിന്നെ സിർക്ക നല്ലതല്ലാന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. എന്നാലും എൻ്റെ മക്കൾക്ക് അത് കൂടാണ്ടാവില്ല. ഈ മാങ്ങ മുറിക്കുന്നതിനടുക്ക് ഇങ്ങനെ മാങ്ങ തിന്നിട്ടില്ലെങ്കിൽ പിന്നെ ഒരു സുഖം ഉണ്ടാ. ഇങ്ങനെ ഉപ്പിൽ ഇതിലേക്ക് മുക്കിയിട്ട് ഓർമ്മയുണ്ട് കുട്ടിക്കാലം എന്തെങ്ങനെ. വായിൽ വെള്ളം വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്നോളാം. ഗീതച്ച് പറഞ്ഞേക്കാം. ആ ചെറുപ്പത്തില് മാങ്ങ, പച്ചപ്പുളി, നെല്ലിക്ക ഇതെല്ലാം ഓരോ കിലോ വേണ്ടി ഒരാൾ തിന്നു. ആർക്കും പഠിക്കൂല. ക്ലാസ്സിൽ കൊണ്ടുപോകും. അല്ല ടീച്ചർ കാണാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. ഇന്ന് പുളിയൊന്നും പറ്റുന്നില്ലാന്ന് ഒരു അസിഡിറ്റി, ഒരു കൊളസ്ട്രോള് എല്ലാം കൂടി എല്ലാം പണ്ടാരടങ്ങി. ഗീതച്ച് ഇത് മുറിച്ചിട്ട് അച്ചാറിട്ടെ. നാളെ ഒരു വീഡിയോ ആയിട്ട് വരാം കേട്ടാ. ആരൊക്കെ ഹായ് പറഞ്ഞിട്ട് ഗീതച്ച് പറഞ്ഞില്ലെങ്കിൽ ചൊടിക്കൊന്നും ചെയ്യല്ല. ഗീതച്ചക്ക് മറവി ഭയങ്കരമാണ് മക്കളെ. അതുകൊണ്ട് എല്ലാവർക്കും ഗീതച്ചിട്ട് ഒരു വലിയ താങ്ക്സ്. നാളെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് വരാം. സ്വന്തം ഗീതച്ച്.